അവസാന നിമിഷത്തിലാണ് സൈന്യം എത്തിയത്. സൈന്യം എത്തിയതോടുകൂടിയാണ് ഇതിന്റെ ഒരു വേഗത വർദ്ധിച്ചെന്ന് പറയണം. നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയും അതുപോലെ തന്നെ നേവിയെയും നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അവർ അത്രത്തോളമാണ് ഇവിടെ പരിശ്രമിച്ചതും ഈ ലോറി കണ്ടെത്താൻ വന്നത്. ഏതായാലും ഇന്ന് രാവിലെ 7:30 തുടങ്ങിയ തിരച്ചിൽ ഇനി അവസാനിക്കില്ല. ഈ ലോറി പുറത്തെടുത്ത് അർജുൻ ഏത് നിലയിലാണെന്ന് അറിയുന്നതിന് ശേഷം മാത്രമേ ഇനി അവസാനിപ്പിക്കുന്നതാണ് കാർവാർ MLA പറഞ്ഞത്. ആ MLA ഇതിനുള്ള പിന്തുണയും ഈ സമയത്ത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത്രത്തോളം അദ്ദേഹം ഈ സ്ഥലത്ത് എത്തുകയും നിരവധി തവണ നമുക്ക് ഓരോ വിവരങ്ങളും അപ്പോൾ തന്നെ അദ്ദേഹം എത്തുകയും ഈ ഭൂമി മിഷൻ പോലും അദ്ദേഹം മുൻകൈയെടുത്താണ് ഇവിടെ എത്തിച്ചത്. ഇനിയും ഒരുപാട് ദില്ലിയിൽ നിന്നുൾപ്പെടെ ഇത്തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ പുറകെ വരുന്നുണ്ട്. നാളെ രാവിലെ 9:45 രാജധാനി എക്സ്പ്രസിന് ഇത്തരത്തിലുള്ള ഒരുപാട് ഉപകരണങ്ങൾ ദില്ലിയിൽ നിന്നും മറ്റുമൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വലിയ ആശ്വാസം ആ ലോറി കണ്ടു, അതിനൊരു അനിശ്ചിതത്വം തീർന്നു എന്നാണ്. ഏതായാലും അർജുന്റെ വിവരം എന്താണ്, അർജുന്റെ കാര്യം അറിയാൻ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. വലിയ പ്രാർത്ഥനയായിരുന്നു. അവസാനമായി അദ്ദേഹത്തിന്റെ മുഖം ഒന്ന് കാണാൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ ബന്ധുക്കൾ ആകാംക്ഷ കാത്തിരിക്കുന്നത്. എന്തായാലും നമ്മളും അത് തന്നെയാണ്. ഈ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ നിരന്തരം തുടർച്ചയായി ഇവിടെ നിന്നും ശിരൂരിൽ നിന്നും അർജുനെ കാണാതെ തിരിച്ചു പോകില്ല എന്ന ആ ദൃഢപ്രതിജ്ഞയോടുകൂടി ഇവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും നമുക്കും അത് സന്തോഷമായി. കാരണം ഇത്തരത്തിൽ സന്തോഷകരമായ ഒരു വാർത്ത നമുക്ക് ഈ കുടുംബത്തെയും അതുപോലെ തന്നെ ഇത് കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ മലയാളികൾ ഇപ്പോൾ ബൈജു സൂചിപ്പിച്ച കാർവാർ MLA സതീഷ് സേൽ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്.